ശ്രീനാരായണ ഗുരുദേവൻ തൃക്കരങ്ങളാൽ ഭദ്രകാളി പ്രതിഷ്ഠ ഇളക്കി മാറ്റി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം ഇവിടെയാണുള്ളത്. ബോധാനന്ദ സ്വാമി പ്രതിഷ്ഠ ചെയ്ത മഹാഗണപതി ക്ഷേത്രം ഉള്ളിടം. ഇതാണ് കോലത്തുകര ശിവക്ഷേത്രം. 550 വർഷം പഴക്കമുള്ള ഭദ്രകാളി പ്രതിഷ്ഠ ഇളക്കി മാറ്റിയാണ് ശിവനെ പ്രതിഷ്ഠിച്ചത്. ഇളക്കി മാറ്റിയ ഭദ്രകാളി വിഗ്രഹം ഒരു കടാക്ഷം പോലും ഏൽക്കാതെ വടക്കു പടിഞ്ഞാറ് മൂലയിൽ ഇന്നും ചൈതന്യവത്തായി കഴിയുന്നു. ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ ചുവരിൽ ഇങ്ങനെ കുറിച്ചു: കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ ഈരടി പൂരണത്തിനായി കുമാരു ബാക്കി ഇങ്ങനെ ചൊല്ലി: കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. ഇന്നും ആ വരികൾ ക്ഷേത്രച്ചുവരിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെ ആശ്രമത്തിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരുദേവൻ രചിച്ചതാണ് കോലതിരേശ സ്തവവും ഗദ്യപ്രാർത്ഥനയും. ഗുരു ഉപയോഗിച്ചിരുന്ന ചൈതന്യം ജ്വലിക്കുന്ന കട്ടിൽ, കസേര, ചാരുകസേര, മെതിയടി ഇവയെല്ലാം കെടാവിളക്കിന്റെ ശോഭയിൽ പവിത്രമായി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ജടാധര സ്വാമിയുടെ ഗുരുദേവനോടുള്ള അപേക്ഷ പ്രകാരം ജടാധര സ്വാമിയുടെ സമാധിക്ക് മുകളിൽ ബോധാനന്ദ സ്വാമി പ്രതിഷ്ഠിച്ച മഹാഗണപതി ഭക്തരെ രക്ഷിച്ച് ഇവിടെ വാണരുളുന്നു. കിഴക്ക് ദർശനമായി നാഗദേവതാ പ്രതിഷ്ഠയുമുണ്ട്. ഗുരുവിന്റെ അനുവാദത്തോടുകൂടി വരച്ച ഗുരുവിന്റെ ചിത്രമാണ് നാരായണ ഗുരുദേവ ക്ഷേത്രത്തിലുള്ളത്. ഇത് അനാച്ഛാദനം ചെയ്ത് ആരാധിച്ചത് കുമാരനാശാനാണ്. ചുറ്റമ്പലത്തിനകത്ത് പൂജാരിക്കും കഠിനവ്രതം എടുത്തു വരുന്നവർക്കും മാത്രമാണ് പ്രവേശനം അനുവദിക്കാറുള്ളത്. ഗുരു ഏറ്റവും കൂടുതൽ കാലം വിശ്രമിക്കുകയും ഗൃഹസ്ഥ ശിഷ്യന്മാർ കൂടുതലുള്ളതുമായ ഏക സ്ഥലം കോലത്തുകരയാണ്. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും പൂന്തോട്ടങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയത്തിന് വേണ്ടി ക്ഷേത്രം വക സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്ത് മാതൃക കാട്ടിയ ആദ്യത്തെ സ്ഥലവും കോലത്തുകരയാണ്. ഗുരുവിന്റെ തൃക്കൈകൾ കൊണ്ട് നട്ടുവളർത്തിയ 3 അരയാലികൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമ്മൾക്കിവിടെ കാണാം. ഇവ ഒരുമിച്ച് തളിർത്ത് കായ്ക്കുകയോ ഒരുമിച്ച് ഇല പൊഴിയാറോ ഇല്ലത്രേ. അതിമനോഹരമായ അലങ്കാര ഗോപുരവും ഉണ്ട്. ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീകോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. ചാബല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യം പാപാപഹമാം നിൻ പദമോർക്കായി വരണം മേ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ.